Check it, water. Water. Water, motore mineme. വരാ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാർ കാരണം എൻ്റെ ഒരു ദിവസം കുളമായ കഥയാട്ടോ ഇത്. പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി ലൈഫ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ട്രെയിലർ ഉണ്ട്, ഇത് റോഡ് നടുക്കൊന്ന് കുടുങ്ങിപ്പോയി. ആക്ച്വലി ഇതിന് മുന്നോട്ട് പോകേണ്ട വണ്ടിയാണ്, പക്ഷെ അവിടുന്ന് രണ്ട് ട്രെയിലറുകൾ ഇതേപോലെ വരുന്നത് കൊണ്ട് ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇയാൾക്ക് ഇപ്പോൾ ബാക്കോട്ട് പോകാൻ പറ്റുന്നില്ല, എങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിന് ഇപ്പുറ സൈഡിലാണ് ഉള്ളത്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഈ കമ്പികൾ കണ്ടോ, ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? വലിയ വലിയ ക്രെയിനുകളില്ലേ, ഈ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും പൊക്കുകയും ചെയ്യുന്നത്, ആ ക്രെയിനുകൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആട്ടാ ഈ ഒരു ടൈലറിൻ്റെ മുകളിലുള്ളത് എന്നൊക്കെ. പിന്നെ ഈ വാഹനം ഇപ്പോൾ പുറകോട്ട് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ടൈലർ റിവേഴ്സ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് തിരിയുക. അതായത് ഫ്രണ്ട് വശം ഇങ്ങോട്ട് വന്നാൽ ബാക്ക് വശം അങ്ങോട്ട് പോകും. പക്ഷേ കറക്റ്റായിട്ട് ഉണ്ടോ, ഈ വണ്ടി പുറകോട്ട് മാറ്റിയിട്ടേക്കാം, എന്നാലേ പോയിട്ടുള്ളൂ. ഈ വണ്ടി ഏതാണെന്ന് കണ്ടോ നിങ്ങൾ? ടാറ്റയുടെ 709. അത് മാൾട്ടയിൽ നമ്മുടെ നാട്ടിൽ മരം വലിക്കുന്ന വണ്ടിയില്ലേ ടാറ്റയുടെ ഒക്കെ, ചെറിയ വണ്ടി, അമ്മാതിരി സാധനം. ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുള്ള നാട്ടിൽ. അത് കൊള്ളാട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് ഈ വണ്ടി ശ്രദ്ധിച്ചത്. കുറേ നേരം ഞാൻ ഈ വണ്ടി എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ടാറ്റ എന്നുള്ള കാര്യം ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അത് അതിൻ്റെ പ്രത്യേകതര സൗണ്ട് ടാറ്റയുടെ. അതുകൊണ്ട് ടാറ്റ ഇവിടെ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, എൻ്റെ അമ്മ അതിൻ്റെ ഒരു ടയറിൻ്റെ വലിപ്പം കണ്ടോ എത്രയൊക്കെ ഉണ്ട്. ടൈലർ ഓടിക്കുന്ന പറയാൻ സമ്മതിച്ചിട്ടോ, നല്ല സാലറി ഉണ്ട് ലോകത്ത് എല്ലായിടത്തും. പക്ഷെ അത് ഇത്രയും ഒരു കഴിവും ജഡ്ജ്മെൻറ്റും വേണം. ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാലേ, മരം വണ്ടി ഓടിക്കുന്നവർ ഇവർ ഓടിക്കുന്നവരെല്ലാം കണക്ക്. കാരണം പുറകോട്ടൊന്നും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ രണ്ടും കൽപ്പിച്ചൊരു എടുക്കലുണ്ടല്ലോ, ചിലപ്പോൾ രക്ഷയോടും ചിലപ്പോൾ ഇടിക്കും എന്നുള്ള നിലയിൽ. അമ്മാതിരി വണ്ടിയാണിത്. കാരണം അയാൾ ഞാൻ വന്നപ്പോൾ തന്നെ കുറേ സമയം ഇവിടെ കിടന്ന് കളിക്കുന്നത്. പിന്നെ ഒരു രക്ഷയില്ല, പുറകോട്ടും പോകുന്നില്ല മുന്നോട്ടും പോകുന്നില്ല. എത്ര സമയം കളിച്ചെന്നറിയാം. ഈ സാധനം ഇനി ആദ്യം ഇനിയിപ്പോൾ അപ്പുറ സൈഡ് ഫുള്ള് കൂട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് ഫുള്ളിട്ട് വളയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടി. അങ്ങനെ വളച്ച് കഴിഞ്ഞാൽ കയറുന്നതാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. മൾട്ടീസ് ഭാഷ അത്യാവശ്യം കേട്ടാലും മനസ്സിലാവാവുന്നൊരവസ്ഥയായി കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ എവിടെയെങ്കിലും ഇടയ്ക്കായിട്ട് ഇവരൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു ചെറിയ സാധനം ഉപയോഗിക്കും. അപ്പോൾ നമുക്കത് കത്തും, ഇവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ തല്ലിപ്പിടിച്ച് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. മൊത്തത്തിൽ ഈ വണ്ടി ഇത്രയും ലോങ് ഉണ്ട്. ഇത് എങ്ങനെ ഓടിച്ചാലും ഇതിനകത്ത് കയറാത്തൊരു സ്ഥിതിയാണുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കാം കേട്ടോ വീഡിയോ. ഇയാൾ ഇങ്ങനെ വന്ന് ഞാൻ ഇതിനിട്ട് ഇടിക്കുന്നു എനിക്ക് തോന്നുന്നത്, കാറിനിട്ട് അതിൻ്റെ ബാക്ക് വശം. കാരണം ഫുള്ള് ഒടിഞ്ഞാൽ വരുന്നത്. ഇങ്ങനെ കിട്ടില്ല ബ്രോ, എന്തായാലും കിട്ടില്ല അങ്ങനെ. കാരണം വെച്ചാൽ ബാക്കിൽ ഒന്നെങ്കിൽ ബാക്ക് അവിടെ പോയി ഇടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഇവിടെ വരുമ്പോൾ കുത്തും. എന്തായാലും കിട്ടില്ല. നമുക്ക് ഇവർ ഇത്രയും പേരിവിടെ എക്സ്പേർട്ടുള്ള അതാ ഇടിച്ചിടിച്ചിടിച്ച്. ഓക്കേ, ഇത്രയും പേര് എക്സ്പേർട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിടയ്ക്ക് നമ്മൾ കയറി കൊള്ളണോ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഒന്നെങ്കിൽ ആ കാർ മാറണം, അല്ല ഈ എൻ്റെ അടുത്തുള്ള വെള്ളക്കാർ മാറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റേണ്ടത് ഒഴിഞ്ഞ് കിട്ടില്ല ബ്രോ, ഉറപ്പാണ്. എന്ത് ചെയ്യാം, ആരോട് പറയാമല്ലേ. ഞാൻ എന്തായാലും 2x സ്പീഡിലിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് അല്ലെങ്കിൽ തീരുമ്പോൾ തന്നെ ഏകദേശം 5-6 മണിക്കൂർ എടുക്കും തോന്നുന്നു. നമുക്കിപ്പോൾ ഈ സമയം വൈകിയതുകൊണ്ട് 7:30 ആകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞാൽ, പക്ഷേ ഇത് രാവിലെ തന്നെ വന്ന് കുടുങ്ങിയതുകൊണ്ട് ഞങ്ങളിനി അവിടെ എത്തുമ്പോൾ 8:30 ആകും. മൊത്തത്തിൽ ഇന്നത്തെ പണി ഫുള്ള് താളം തെറ്റും. കാരണം ഞങ്ങൾക്ക് പാർക്കിങ് ഹാമറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ, 1 മണി വരെ കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വണ്ടി അവിടെ നിന്ന് എടുക്കണം. പക്ഷെ പണി കഴിഞ്ഞില്ലെങ്കിൽ വണ്ടി അവിടെ നിന്ന് എടുക്കാനും പറ്റില്ല. ഞങ്ങളാണെങ്കിൽ നാളും കുറവ്, ആകപ്പാട്ട് കുടുങ്ങിയ അവസ്ഥയാണ്. എന്താ ചെയ്യുക, ഇവരാണിട്ട് പോകുന്നുമില്ല. വണ്ടിപ്പണിയല്ലേ, വണ്ടിപ്പണി തണ്ടിപ്പണി എന്ന് പറഞ്ഞതൊക്കെ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇവൻ എന്തായാലും ഒന്ന് പോകും നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്കിപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്തിരുന്ന സമയമില്ല. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇരുന്നു, പക്ഷേ അവിടെ ആരും ഒന്നും അനങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. ഈ ഒട്ടിക്കൽ കിട്ടില്ല ബ്രോ, ഇതവിടെ പോയി കുത്തും, നോക്കിക്കോ. ഇതവിടെ പോയി കുത്തും ബാക്ക് സൈഡ്. കാരണം ഇവനിപ്പോൾ റിട്ടേൺ ഓടിക്കണം കണ്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടി, ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ സ്ഥലമൊന്നുമില്ല. അത് ശരി, ആ ടയർ അവിടെ കിടന്ന് തിരിയുമ്പോൾ ഒരു ചെറിയ ടയർ ഇവിടെ കിടന്ന് തിരിയുന്നുണ്ടല്ലോ, അവനെ പൊക്കി വെച്ചേക്കാണ്. അവൻ ചുമ്മാ പിന്നെ ആകാശത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങാൻ അങ്ങോട്ട് ഇങ്ങോട്ട്. എന്തിനാണോ എന്താ കറങ്ങുന്നത്, എന്തിനെന്നറിയാതെ കടന്ന് കറങ്ങുന്ന ഒരുത്തൻ. ഇത് ഡഫിൻ്റെ വണ്ടിയാട്ടോ, ഡഫിൻ്റെ വണ്ടിയാണ്. നല്ല സെറ്റപ്പുള്ള വണ്ടിയൊക്കെയാണ്. പക്ഷേ ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഒട്ടും വെയിറ്റ് ഇല്ല. വണ്ടി അപേക്ഷിച്ച് ഇത് 20-30 ടണ്ണ്, അല്ല എത്ര 40-45 ടണ്ണൊക്കെ എടുത്തിട്ട് പോകുമെന്ന് തോന്നുന്നു. അതിന് പോയിട്ട് ആകപ്പാടെ ഒരു 5 ടണ്ണ് സാധനം ഉണ്ടാവുള്ളൂ ഇത്. പക്ഷേ പറഞ്ഞിട്ട് നല്ല നീളമുള്ളതുകൊണ്ട് ഇതിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാം, അതൊക്കെയാണ് അവസ്ഥ. നല്ല തണുപ്പാണ്. ആ തണുപ്പത്ത് ഇറങ്ങി വരുന്നതല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും കുത്തിക്കാട്ടലിന് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കറക്കറ്റാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞ മറ്റേ തെലുങ്ക് സിനിമയിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് വാഹനം എത്തിക്കുന്നൊരു സംഭവമില്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇത് ഏതാ ബൈക്കിൽ നിന്ന്? ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഇവിടം വരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് ഏതാണെന്ന് ജസ്റ്റെങ്കിലും, അല്ലെങ്കിൽ ബൈക്ക് കണ്ടു എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും.
ഈ ഭാഗത്ത് ഈ വീഡിയോ കണ്ടു എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അധികാരം കാണില്ല എന്നറിയാം. എന്നാലും അപ്പോൾ അങ്ങനെ കൊണ്ട കിട്ടി ബ്രോ. കുറച്ചുകൂടെ നേരെ കിട്ടിയാൽ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഐഡിയ പറഞ്ഞിട്ട് ആ പുറകെ 2 ഇത് കിടപ്പുണ്ട്, ഇത് ഫോക്ക് ലിഫ്റ്റർ. അതുകൊണ്ട് ഇതിൻ്റെ പുറകോശം ഒന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ വണ്ടിക്ക് സുഖമായിട്ട് മുന്നോട്ട് പോയി. അത് പോയി പറഞ്ഞു, അന്നേരം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ എന്തെങ്കിലും ആക്കട്ടെ, നമുക്ക് എന്താക്കണം, നമ്മുടെ Check it, Wara. Wara. Wara, motore vedeme. Oh, iya. Communicate. Go.